സന്തോഷകരമായ ദാമ്പത്യം. സാമ്പത്തിക ബാധ്യതകളൊന്നും തന്നെയില്ല. വിവാഹശേഷവും ശില്പയെ പഠിക്കാനും ഒരു ജോലി നേടുവാനും പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താവ്. സ്നേഹിക്കാൻ പൊന്നുപോലൊരു മകനും. പുറമേ നിന്ന് കാണുന്നവർക്ക് സന്തോഷകരമായ ജീവിതമായിരുന്നെങ്കിലും ശില്പയെ വിടാതെ പിന്തുടർന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒടുവിൽ അതിൻ്റെ മാനസികാഘാതം താങ്ങാനാകാതെ മരണത്തിലേക്ക് പോവുകയായിരുന്നു ആ 30-കാരി. ഒപ്പം മകനെയും കൂട്ടി. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഉണരേണ്ട സമയമായിട്ടും ശില്പയെ മുറിക്ക് പുറത്തേക്ക് കാണാതായതോടെ ഭർത്താവ് മോഹിത്തിന്റെ അമ്മയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജനലിന്റെ വാതിൽ തുറക്കുകയും ജീവനൊടുക്കിയ നിലയിൽ ശില്പയെയും മകനെയും കണ്ടെത്തുകയും ചെയ്തത്. രോഹിതിനെ സംബന്ധിച്ച് നെഞ്ചു പിളർക്കുന്ന കാഴ്ച കൂടിയായിരുന്നു രണ്ടുപേരും ജീവനറ്റ നിലയിൽ ആ മുറിയിൽ കണ്ട കാഴ്ച. തൃശൂർ അടാട്ട് അമ്പലക്കാവിലാണ് ഈ സംഭവം നടന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്ന മോഹിത്തിന് 2 നാൾ മുമ്പാണ് പനി തുടങ്ങിയത്. 5 വയസ്സുകാരനായ മകൻ അക്ഷയ്ജിത്തിനും ഭാര്യയ്ക്കും പനി വരേണ്ടല്ലോ എന്നു കരുതി തൊട്ടടുത്ത മുറിയിലേക്ക് മാറിയാണ് മോഹിത്ത് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് തന്നെ മകനും ശില്പയും ഒരുമിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഇന്നലെ രാത്രി 11 മണിവരെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു ശില്പ. തുടർന്ന് കിടക്കാനായി മുറികളിലേക്ക് പോവുകയായിരുന്നു എല്ലാവരും. അപ്പോഴാണ് മകന്റെ ജീവനെടുത്ത് ശില്പ മരണത്തിലേക്ക് പോയത്.